പുലിക്കളിയുടെ ആവശ്യത്തിലേക്ക് ഇതാ വിവിധ വർണ്ണത്തിലുള്ള പുലികളെ നമ്മൾ വീണ്ടും കാണുന്നു. ദൃശ്യങ്ങളിൽ മനുവിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. മനു, പകൽ വെളിച്ചത്തിൽ ഈ ചായങ്ങളുടെ ചമയങ്ങളുടെ മനോഹാരിത നമ്മൾ ഏറെ കണ്ടു. ഇനി സന്ധ്യ മയങ്ങുമ്പോൾ ഇതേ കാഴ്ച തന്നെ, ഇതേ വർണ്ണങ്ങൾ തന്നെ അല്പം കൂടി വ്യത്യസ്തമായി, അല്പം കൂടി മിഴിവോടെ കാണാനാകും. അതിനുള്ള കാത്തിരിപ്പിൽ കൂടിയാണല്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ചായക്കൂട്ടിൽ ഫ്ലോറസെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇരുള് വീഴുമ്പോൾ കുറച്ചുകൂടി തിളങ്ങും. അപ്പോൾ ഈ കണ്ണുകളൊക്കെ വെട്ടിത്തിളങ്ങും, പുലിയുടെ പല്ലുകളൊക്കെ വെട്ടിത്തിളങ്ങും. അപ്പോൾ അതൊരു രസകരമായ കാഴ്ച തന്നെയായിരിക്കും. അത് ഏതായാലും ഒരു അല്പസമയം ഇരുട്ട് വീണാൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും സമയം കാത്തിരുന്നതാണല്ലോ. ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ കഴിയും. അതുമാത്രമല്ല, ഈ പ്ലോട്ടുകളൊക്കെ ഭംഗിയായ ലൈറ്റൊക്കെ ചെയ്തതാണ്. അപ്പോൾ ലൈറ്റുകളൊക്കെ കൂടി മിഴി തുറക്കുമ്പോൾ കൂടുതൽ മിഴിവോടെ, കൂടുതൽ മികവോടെ നമുക്കിത് കാണാൻ കഴിയും. എന്നോടൊപ്പം ശരത്ത് ഓങ്ങലൂർ കൂടി ഈ കാഴ്ചകൾ കണ്ട് അന്തം വിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരത്ത്, ഓരോ ദേശങ്ങളുടെയും പുലി കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് നായ്ക്കനാൽ ദേശത്തിന്റെ ഈ ഗംഭീര വരവ്? ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മൾ നായ്ക്കനാൽ എത്തിയിട്ടുണ്ട്. നായ്ക്കനാൽ എത്തി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊട്ടും കുറവല്ല, ആ പറഞ്ഞ വാക്കുകൾ ഒട്ടും കുറവല്ല. പുലികളുടെ നൃത്തമാണെങ്കിലും അവരുടെ നിശ്ചല ദൃശ്യമാണെങ്കിലും എല്ലാം വളരെ മികച്ചതാണ്. അവർ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വളണ്ടിയർമാർ വന്ന് ആളുകളെ നിയന്ത്രിക്കുന്നു. അതൊക്കെ മൊത്തത്തിലൊരു ചന്തമാണ്. കാരണം ഒരു ഓണച്ചന്തമാണ് ഈ ഓണാവസാനത്തിലുള്ള ഈ ഓണച്ചന്തം. 7 വർഷത്തിന് ശേഷം നായ്ക്കനാൽ ദേശം ഇത്തവണ വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന 51 പുലികളുണ്ടെന്ന് പറയുന്നുണ്ട്. 51 പുലികളും ഒന്നിനോടൊന്ന് മെച്ചം. കാരണം ഈ മേളത്തിനനുസരിച്ച് ചുവടുകൾ വെച്ച് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ തിരക്കിലാണ് പുലികളെല്ലാം, നടന്നുകൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം ജഡ്ജസിന് മുമ്പിൽ കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർക്ക് നിശ്ചയിച്ച സമയമുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ അവിടെ എത്തണം. എന്നാൽ മാത്രമാണ് അവരെ വാല്യൂ ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ബിനി ജംഗ്ഷനോട് ചേർന്ന് ബിനി ജംഗ്ഷനോട് ചേർന്ന പ്രദേശത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശമാണ്, അതിനകത്തൊരു തർക്കവുമില്ല. നമ്മൾ രാവിലെ കണ്ടിരുന്നു ഈ പുലികളിൽ പലരും രാവിലെ ഈ വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ പുലിവേഷം കെട്ടിയിറങ്ങുമ്പോൾ ഒരു ശരിക്കും നമ്മളെല്ലാം വളരെ ആവേശത്തിലാണ്. അവരുടെ ആവേശം നമ്മളിലേക്ക് കൂടി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും വളരെ ഗംഭീരമായി തന്നെയാണ് നായ്ക്കനാൽ ദേശവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അസിത, ഈ പറഞ്ഞതുപോലെ, ശരത്ത് പറഞ്ഞതുപോലെ ശേഷമാണ് നായ്ക്കനാൽ ദേശം ഇത്തവണ പുലികളിലേക്ക് മടങ്ങി വരുന്നത്. പുലികളിലേക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണ 9 ദേശങ്ങളുണ്ട്. അതുകൊണ്ട് വീറും വാശിയും ഇത്തവണ കൂടുതലാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ചില പുലി കളിക്കാൻ ഇറങ്ങിയ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ കപ്പടിച്ചാലാണ് അതിനൊരു ഒരു ആവേശം കൂടുക എന്ന്. കാരണം മറ്റൊന്നുമല്ല, പുലികളികളിലെ ഒരു കാലത്തെ വലിയ സംഘമായിരുന്ന പല ദേശക്കാരും ഇന്ന് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വീറും വാശിയും കൂടുതലാണ് എന്നതിൽ സംശയമില്ല. അതിൽ തന്നെയാണ് നായ്ക്കനാൽ 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇറങ്ങുന്നത്. രാവിലെ നമ്മളോട് കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നത് തൃശ്ശൂരിനെ ഞങ്ങളുടെ ചില കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും ഒക്കെയാണ് എന്ന് ഗംഭീരമായി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ അവരുടെ വോളണ്ടിയർമാരൊക്കെ നല്ല രസമാണ്. ആ വോളണ്ടിയർമാരിലേക്ക് അഫ്സലായ ദൃശ്യങ്ങൾ കാണിച്ചേ. അതായത് പൂക്കള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്ന, അതിനിടയിൽ നമ്മുടെ പുലിച്ചേട്ടൻ നിൽക്കുന്നു, ഗംഭീരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവർ അങ്ങനെ രസകരമായ കാഴ്ചകളാണ്. ഒരു വലിയ ഓണച്ചന്തം നമുക്കിവിടെ ഇവരിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നത് ഒരു പ്രത്യേക ഈ സംഘത്തെക്കുറിച്ച് ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ അതാ മറ്റൊരു വെള്ളപ്പുലി, പുള്ളിയുള്ള പുലി ഇതാ തൊട്ടുപുറകിൽ അരമണി കുലിക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആകാരം കൊണ്ടൊക്കെ മികച്ചു നിൽക്കുന്ന ഒരു പുലി സംഘമായിട്ട് തന്നെ, അല്ലെങ്കിൽ ദേശമായിട്ട് തന്നെ നായ്ക്കനാലിനെ നമുക്ക് ഇതുവരെ പറയാൻ കഴിയുന്നു. അപ്പോൾ മികവോടെ ഏറ്റവും ഭംഗിയായി തന്നെ നമുക്ക് ഇത് കാണിക്കാൻ കഴിയുന്നു എന്നതും പ്രധാനപ്പെട്ട തന്നെയാണ്. ആളുകൾക്കും ആവേശം കൂടി വരും, താളം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ആളുകൾ വെയിലാറി തുടങ്ങിയത് അതിൻ്റെ ആ വെയിൽ മാറുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ കൂടി നിന്നുകൊണ്ട് ആവേശത്തോടെ ഓരോ ദേശത്തിൻ്റെയും പുലികളെ വരവേൽക്കുന്നു. നായ്ക്കനാൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ നമ്മളും യാത്ര ചെയ്ത് 7 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഗംഭീര വരവിനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും സമയം ഈ റൗണ്ട് ഭാഗത്തേക്ക് അവർ കടന്നു പോകും. അപ്പോഴേക്കും സന്ധ്യയാകും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലോറസെന്റിൽ പുലികളുടെ കണ്ണുകളും ഒപ്പം തന്നെ പല്ലുകളുമൊക്കെ നല്ല രീതിയിൽ പ്രകാശിക്കും, തിളങ്ങും. അതൊരു രസകരമായിരിക്കും. ഒപ്പം ആകാശ ദൃശ്യങ്ങളിൽ ഈ പ്ലോട്ടുകളൊക്കെ കാണുന്നത് ചിത്രമായ ഒരു കാഴ്ച തന്നെയായിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഈ ആളുകളെ നിയന്ത്രിക്കുന്ന ഈ വോളണ്ടിയർമാരെ പ്രത്യേകം അഭിനന്ദിച്ചേ നമ്മൾ മതിയാവുകയുള്ളൂ. കാരണം അത്രമാത്രം എഫർട്ട് എടുത്താണ് അവർ അപ്പാടി ചെയ്യുന്നത്. ഈ വടം കെട്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തള്ളി മറിയണത്
വരുന്ന ആൾക്കൂട്ടത്തെ കാണാൻ കഴിയുന്നു. മാധ്യമപ്രവർത്തകരുടെ വലിയ പട അതിനിടയിൽ ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് എഫർട്ട് എടുത്ത് നടത്തുന്ന ഒരു യാത്ര, ഒരു ചെറിയ യാത്ര നമ്മളിങ്ങനെ മന്ദം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഇതാ തൃശ്ശൂരിൻ്റെ ഈ പാതകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ വർണ്ണ ഒക്കെ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പുലികളി ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. തൃശ്ശൂരിൻ്റെ ഈ ഉത്സവം അങ്ങനെ ഒരു നാടിൻ്റെ, തൃശ്ശൂരിൻ്റെ മാത്രമായ ഒരു പുലികളി ഒരു നാടിൻ്റെ ദേശീയ കാഴ്ചയാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുമയുടെ കാഴ്ചയാകുന്നതും സന്തോഷം തന്നെയാണ്.